എല്ലാവർക്കും നമസ്കാരം. കേരള മാർക്കറ്റ് പ്രൈസ് അപ്ഡേഷൻ യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ ദിവസത്തെയും മാർക്കറ്റ് നിലവാരം അറിയുവാനും ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കും മറ്റ് അപ്ഡേറ്റുകൾക്കും വേണ്ടി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കാര്യം ബിസി ആയതുകൊണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ പറ്റായിരുന്നു. എല്ലാവരോടും ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്നത്തെ റബ്ബർ വിലയെക്കുറിച്ചാണ്. റബ്ബർ വിലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ റബ്ബർ വില ഇന്നും വർദ്ധിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ്. കാരണം റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷവും നൽകുന്ന ഒരു വാർത്തയാണിത്. റബ്ബറിന്റെ വില അങ്ങനെ 200-ൽ എത്താൻ പോകുകയാണ്. ഇന്നത്തെ വില എന്ന് പറയുന്നത് 200-നടുത്ത് ഉള്ള വിലയാണ്. ഒരുപക്ഷെ നാളെ 200 അല്ലെങ്കിൽ 200-ന് മുകളിൽ വില എത്താനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് നിലവിൽ. എന്തായാലും കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ റബ്ബർ വില, അതായത് 3/12/2024 ചൊവ്വാഴ്ചത്തെ റബ്ബർ വിലയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ റബ്ബർ വില RSS4-ന് കിലോയ്ക്ക് 199 രൂപയും RSS5-ന് 195 രൂപയും ISNR 20-ന് 191 രൂപയും ലാറ്റക്സ് 60% DRC ഉള്ളതിന് 128 രൂപയുമാണ് ഇന്നത്തെ മാർക്കറ്റ് നിലവാരം. അതുപോലെ തന്നെ RSS4 ഒരു ക്വിന്റലിന് 19,900 രൂപയും RSS5-ന് 19,500 രൂപയും ISNR 20-ന് 19,100 രൂപയും ലാറ്റക്സ് 60% DRC ഉള്ളതിന് 12,890 രൂപയുമാണ് ഇന്നത്തെ ഒരു ക്വിന്റലിന്റെ കേരളത്തിലെ മാർക്കറ്റ് നിലവാരം എന്ന് പറയുന്നത്. വലിയൊരു വർധനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 199 രൂപ വരെ റബ്ബറിന്റെ വില എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ 200-200-ൽ കൂടുതലോ വില വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ ഇന്റർനാഷണൽ മാർക്കറ്റ് നിലവാരമാണ്. ഇന്റർനാഷണൽ മാർക്കറ്റ് നിലവാരം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ വില താഴ്ന്നിരിക്കുകയാണ്. എത്രയാണ് നോക്കാം. RSS1 പെർ കിലോഗ്രാമിന് 208 രൂപയും RSS2-ന് 207 രൂപയും RSS3-ക്ക് 205 രൂപയും RSS4-ന് 205 രൂപയും RSS5-ന് 204 രൂപയുമാണ് പെർ കിലോഗ്രാമിന്റെ മാർക്കറ്റ് നിലവാരം. അതുപോലെ തന്നെ RSS1 ഒരു ക്വിന്റലിന് 20,875 രൂപയും RSS2-ന് 20,728 രൂപയും RSS3-ക്ക് 20,593 രൂപയും RSS4-ന് 20,519 രൂപയും RSS5-ന് 20,408 രൂപയുമാണ് ഇന്നത്തെ ഇന്റർനാഷണൽ മാർക്കറ്റ് നിലവാരം എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റ് നിലവാരം ഇന്ന് താഴ്ന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉയർന്ന് വില പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് വില താഴ്ന്നിരിക്കുകയാണ്. എന്താണെന്നറിയില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ ഇന്നത്തെ ഒട്ടുപാൽ അല്ലെങ്കിൽ ചിരട്ടപ്പാലിന്റെ മാർക്കറ്റ് നിലവാരമാണ്. വലിയൊരു വിലക്കയറ്റമാണ് ഈ റബ്ബറിന്റെ ഒട്ടുപാൽ ഒരു സെക്ഷനിൽ വന്നിട്ടുള്ളത്. വലിയൊരു ഉയർന്ന വിലയാണ് ഇപ്പോൾ ഒട്ടുപാലിന് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും എത്രയാണെന്ന് നോക്കാം. അതായത് ഇന്നത്തെ വില എന്ന് പറയുന്നത് 120 രൂപ മുതൽ 145 രൂപ വരെയാണ് ഇന്നത്തെ ഒട്ടുപാലിന്റെ വില എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗുണനിലവാരം കുറഞ്ഞ ഒട്ടുപാൽ അല്ലെങ്കിൽ ചിരട്ടപ്പാലിന്റെ വില എന്ന് പറയുന്നത് 120, 125, 130 എന്നിങ്ങനെയാണ്. അതുപോലെ തന്നെ ഗുണനിലവാരം കൂടിയ ഒട്ടുപാൽ അല്ലെങ്കിൽ ചിരട്ടപ്പാലിന്റെ വില എന്ന് പറയുന്നത് 135, 140, 145 എന്നിങ്ങനെയാണ് ഗുണനിലവാരം കൂടിയ ഒട്ടുപാൽ അല്ലെങ്കിൽ ചിരട്ടപ്പാലിന്റെ വില എന്ന് പറയുന്നത്. വമ്പം വർധനമാണ് ഒട്ടുപാലിന്റെ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ഓരോ ദിവസം കഴിയുന്ന ഒട്ടുപാലാണ് യഥാർത്ഥത്തിൽ ഞെട്ടിച്ച് കളയുന്നത്. ഓരോ ദിവസം കഴിയുന്നതിന് വലിയ രീതിയിലുള്ള വിലക്കയറ്റമാണ് ഒട്ടുപാലിന്റെ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും റബ്ബർ ഷീറ്റിന്റെ വിലയും ഉയരട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ള ആൾക്കാർക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറ്റു സംശയങ്ങളും തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇതിൽ നല്ല വീഡിയോയുമായി മറ്റൊരു അപ്ഡേറ്റിൽ മറ്റൊരു ദിവസം കാണാം. താങ്ക്